ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പണി കഴിയുമല്ലോ, അതപ്പം തന്നെ ഇങ്ങനെ ഈ പെട്ടിയിലാക്കി മുകളിലോട്ട് എടുത്ത് നോക്കട്ടെ. പിന്നെ അടുത്ത പ്രാവശ്യം അത് ഉണ്ടാക്കാൻ വേണ്ടി അത് പുറത്തോട്ട് ഇറക്കത്തുള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച വേവിച്ച ഗ്രീൻ പീസ് ഇല്ലേ, അതിന് ഇന്ന് പുറത്തിറക്കി ഗ്രീൻ പീസും വെള്ളയപ്പം ഉണ്ടാക്കാനാണ്. ഗ്രീൻ പീസിനെ രാത്രി തന്നെ ഫ്രീസറിൽ നിന്ന് ഇറക്കി താഴത്തോട്ട് വെച്ചിട്ടുണ്ടായി, ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഐസൊക്കെ പോയിരുന്നു, വേഗം തന്നെ താളിച്ചെടുക്കാൻ പറ്റി. ഈ വെള്ളയപ്പത്തിൻ്റെ കണക്ക് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചെയ്യണ കണക്ക് ഞാൻ പറഞ്ഞുതരാം. 2 ഗ്ലാസ് സ്റ്റീലിൻ്റെ കുഞ്ഞു പിള്ളേർ കുടിക്കുന്ന ഗ്ലാസ്സിൽ, ആ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി, 2 പിടിയോളം തേങ്ങ, 2 സ്പൂൺ ചോറ്, പിന്നെ ഒരു ഇത്തിരി ഈസ്റ്റ്, പിന്നെ ഇത്തിരി ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു 3-2 സ്പൂണോ ചേർക്കോട്ടെ. എന്നിട്ട് ഇത് 9 മണി 10 മണിക്ക് രാത്രി ഞാൻ അടിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഇന്ന് ധൃതിപ്പണിയാണ്, എണീറ്റത് ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ ജോയ്സിന് ഞാൻ വേഗം ഉണ്ടാക്കിയത് കൊണ്ടുപോയി കൊടുത്ത് ജോയ്സും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എനിക്കും ഇവൂനും കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവവും ഞാനും കൂടി ഇരുന്ന് കഴിക്കുന്നതാണ്. ഇസമൊക്കെ പിന്നെ മതി എന്ന് പറഞ്ഞ് ഉച്ചക്കാലത്തേക്ക് വേണ്ടി ഞാൻ ഇത്തിരി കൂൺ വളർത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് അറിയുന്നുണ്ടല്ലോ, ഇത്തിരി അച്ചാറും പച്ചമോരും കൂടി എടുക്കാമെന്ന് വിചാരിച്ചാണ്ട് ഈ അരിഞ്ഞിട്ട് കൂൺ ഇത്തിരി ആയും വെള്ളത്തിലിടും. അപ്പോൾ അതിനകത്ത് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വെക്കോട്ടെ. എന്നിട്ടാണ് ഇങ്ങനെ വളർത്തി എടുക്കുന്നത്. അതിൽ നിന്ന് വാറ്റി എടുത്ത് കഴിഞ്ഞിട്ട് ഇത്തിരി കുരുമുളക് പൊടി കൂടുതലിടും കേട്ടോ. പിന്നെ ഇത്തിരി ഉള്ളിയും കൂടി ഇടുവേ.